എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം മോഷ്ടിച്ച ആരാന്നുള്ള സത്യാവസ്ഥയൊക്കെ വെളിച്ചത്ത് വരുവാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് മഹേഷിനെ പോലീസ് സ്റ്റേഷൻ ഇറക്കാനായിട്ട് ഉണ്ണിമോളും അയ്യപ്പസ്വാമിയും പാറു എല്ലാവരും പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് മഹേഷിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പാറുമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത്രയും കാലം കള്ളുകൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പക്ഷെ കള്ളനെന്ന് പേര് വന്നു. പാറുവിന് സഹിക്കാൻ പറ്റിയില്ല. തന്റെ അച്ഛൻ മോഷ്ടിക്കില്ലെന്നാണ് പാറു പറയുന്നത്. പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞു എന്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു അതെങ്ങനെ, നമ്മൾ കുട്ടികളെ എന്നിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ, നമുക്കൊന്നും പറയാൻ പോലും അറിയില്ല എന്ന് പറയണം. അപ്പൊ അയ്യപ്പസ്വാമി പറഞ്ഞു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കാര്യം കാരണസഹിതം പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവുന്നൊക്കെ പറയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാമെന്ന് പറയണം. അങ്ങനെ ഗിരിദേവനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പാറുമോള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും മഹേഷിനൊരു മൂലയ്ക്ക് പിടിച്ചെടുത്തേക്കുമായിരുന്നു. കാരണം കുറെ ചോദ്യം ചെയ്തു. പക്ഷെ മഹേഷ് ഇതിനാണ് കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷെ മഹേഷ തെറ്റ് ചെയ്യുന്നതിന് ഒരു തെളിവുമില്ല, ഒരു രേഖകളൊന്നും കിട്ടിയില്ല മഹേഷ തെറ്റ് ചെയ്തതെന്നുള്ള ഒരു ഊഹാഭോഗത്തിന്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കുന്നതാണ്. അപ്പൊ പോസായതുകൊണ്ട് തന്നെ മഹേഷിനാണെങ്കിൽ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ചെല്ലുമ്പം തന്നെ. പിന്നീടാണെങ്കിൽ അയ്യപ്പസ്വാമി എന്ന് SI കാണുന്നുണ്ട്. SI കണ്ടിട്ട് ഇനി മഹേഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതിന്റെ കാര്യകാരണ സഹിതം അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അയ്യപ്പസ്വാമി പറഞ്ഞു അന്നെങ്കിൽ പിന്നെ എന്താ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ അയ്യപ്പസ്വാമി മഹേഷിന് വേണ്ടി വാദിക്കുകയാണ്. അതിനുശേഷം പോലീസുകാർ അയ്യപ്പസ്വാമി പാറുമോളുടെ കൂടെ വിട്ടയക്കുന്നുണ്ട്. പാറുമോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ വന്നുകൊണ്ടാണ് തന്റെ അച്ഛനെ തന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് പാറുമോള് ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മഹേഷിനെ കൂട്ടി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മഹേഷിന്റെ കെട്ടൊക്കെ ഏകദേശം വിട്ടായിരുന്നു. മഹേഷിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് കള്ളനെന്ന് മുദ്ര കൊത്തിപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മഹേഷിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ വല്യമ്മാവൻ ഒന്ന് ചോദിക്കുന്നുണ്ട് എടാ നിന്നെ പോലീസ് വിട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പറഞ്ഞു ഞാനതിന് കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയുന്നുണ്ട്. കുറ്റം ചെയ്ത ആൾ ഈ കൂടെ തന്നെ കാണുമെന്ന് ആ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു. ഈ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ആ പണം മാറ്റിയിരിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ആരും ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അനുവിനോട് ഇഷ്ടമുള്ള ആ പയ്യനും അവന്റെ അച്ഛനും അമ്മയുടെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ തന്നെ ആ പയ്യന്റെ അച്ഛന്റെ മുഖത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഗിരിദേവൻ എല്ലാവരും ശ്രദ്ധിച്ച കാര്യം തന്നെയായിരുന്നു. പിന്നീട് വാവര് പറഞ്ഞു അതെ ഈ കൂടെ തന്നെ ആ മോഷ്ടാവുണ്ട്. ആ മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നടക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആ പണം മോഷ്ടിച്ചു വച്ചിരിക്കുന്നു പറയാണ്. പിന്നീട് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് മഹേഷും അവരുടെ കസിനായ വേണുവിന്റെ ജയശ്രീയൊക്കെ കസിനായ ആ ചെറുക്കന്റെ അച്ഛനും തമ്മിൽ വലിയ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും തള്ളുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഇടയ്ക്ക് വല്യമ്മാവൻ ഇടപെടുവാണ്. വല്യമ്മാവൻ കയറി അവരെ തമ്മിൽ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു വെറുതെ കടന്ന് വഴക്കുണ്ടാക്കണ്ട, ഈ പണം ആരാ മോഷ്ടിച്ചെന്നുള്ള അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ പണം അങ്ങ് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആര് പറഞ്ഞിപ്പം എല്ലാവരും കാണുക കൊടുക്കാൻ മടിയാണെങ്കിൽ അതാ ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ്. പക്ഷെ ആരും അനങ്ങിയില്ല, എല്ലാവരും അനങ്ങാതെ നിൽക്കുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ 2 കണ്ണുകളും നിറഞ്ഞു വന്നു. അനുമോള് പറഞ്ഞു എന്റെ കല്യാണം മുടക്കാനായിട്ട് നോക്കിയ ആരോ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആരാണെങ്കിലും ഇപ്പോഴത് ആ പണം അവിടെ കൊണ്ടുപോയി വെച്ചേക്കുവാണ്, ആ തെറ്റ് ക്ഷമിക്കും. പക്ഷെ അതല്ലാതെ ഇനി അത് തരാതിരിക്കാനോ ഉദ്ദേശമെങ്കിൽ ആ പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും, അവർ ജയിലിലേക്ക് പോകുന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുജ കസിനായ ആ ചെറുക്കൻ്റെ അമ്മയുടെ മുഖത്തൊരു പരിഭ്രാന്തിയൊക്കെ കാണുന്നുണ്ട്. പിന്നീട് വാവര് പറഞ്ഞു, വാവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും ഇങ്ങനെ എല്ലാവരും മാറി മാറി പറയുന്നുണ്ട്. പക്ഷെ ഭാവവ്യത്യാസം ബാക്കി ആരുടെ മുഖത്തുണ്ടായിരുന്നില്ല, ഇവരുടെ മുഖത്ത് മാത്രം ഭാവവ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വാവര് പറഞ്ഞു ഒരുപക്ഷെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അനുമോളുടെ കസിന്റെ അമ്മ തന്നെ ആയിരിക്കും ഈ പണം മാറ്റിയിരിക്കുന്നത്. മോന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ശ്രീരാജനെ കെട്ടാൻ പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് സഹിച്ചില്ല. അയാൾ വെറും ടാക്സി ഡ്രൈവർ മാത്രമല്ല, പിന്നെ അയാളുടെ സ്വഭാവം കൊള്ളില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അനുവിന് അയാളെ കണ്ടെടുത്ത കാണത്തില്ലായിരുന്നു. അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ അമ്മ ഈ പണം എടുത്ത് മോഷ്ടിച്ചു വെച്ചാന്ന് വാവര് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എടാ നീ അനാവശ്യം പറയുന്നു, എൻ്റെ അമ്മേനെ കുറ്റം പറയാന്ന് ചോദിച്ചിട്ട് വാവേനെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഒങ്ങുവാണ്.
വാവര കയ്യേൽ അങ്ങോട്ട് കയറി പിടിച്ചു. ഇത്ര ചെറിയ ചിറങ്കൊച്ച് അത്ര വലിയൊരു മനുഷ്യനാ. പക്ഷെ ആ കൈ തടുക്കാനായിട്ട് അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം ആ കൈ വിടിയിക്കാൻ പോലും പറ്റിയില്ല. വാവര കൈ ഇങ്ങോട്ട് തടുത്തു വെച്ചേക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് മനസ്സിലായി എന്തോ അത്ഭുത ശക്തി ഉണ്ടെന്നുള്ള കാര്യം. അല്ലേ പിന്നെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം ഇത്രയും ചെറിയൊരു പയ്യന് എങ്ങനെ ഇത്ര ശക്തി ഉണ്ടായെന്നൊരു ചിന്ത അവരുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട്. അനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അനുവിന് ഉണ്ണുമോക്കും അറിയാം. കാരണം ഗിരിദേവന് ഇച്ചിരി അത്ഭുത ശക്തിയുള്ള കുട്ടിയാന്ന് ദേവകിയമ്മൻ തിരുമേനിയൊക്കെ പറഞ്ഞായിരുന്നു. വേണുവിനും ജയശ്രീക്കും അതൊക്കെ മനസ്സിലായി. പിന്നീട് എല്ലാവരും ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. അവരൊക്കെ അയാൾ തന്നെയാണ്, അയാളുടെ അമ്മ തന്നെയാണ് പണം എടുത്ത് മാറ്റി വെച്ചത്. മോൻ്റെ സങ്കടം കണ്ടിട്ട് കല്യാണം നടക്കാതെ വരണം, കല്യാണം നടക്കാതെ വന്നു കഴിയുമ്പോഴത്തേനും അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അതായിരുന്നു അവരുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണമൊക്കെ അവസാനം തിരിച്ചു കിട്ടുക. കല്യാണ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ആണെങ്കിൽ മുറി പോയിരിക്കുകയാണ്. മഹേഷ് മുറി പോയിരിക്കുന്ന സമയത്ത് മദ്യപിക്കാനായിട്ട് ഗ്ലാസും കുപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് മഹേഷിന്റെ ഭാര്യ ബിന്ദു അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ബിന്ദു അങ്ങോട്ട് കടന്നു ചെന്നപ്പോഴത്തേനും മഹേഷ് എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ കുറേ നാളായല്ലേ എപ്പം നോക്കിയാലും നിങ്ങൾ ഈ മദ്യപാനത്തിലായിരിക്കും. മദ്യമില്ലാത്ത ഒരു നിമിഷം പോലെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഇത് കുടിച്ചാൽ എന്താ സുഖം കിട്ടുമെന്ന് എനിക്കറിയല്ലോ. എനിക്ക് വെച്ചിട്ട് തരാൻ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? ബിന്ദു ഒരു ഗ്ലാസ്സിനകത്തേക്ക് കുറച്ചും ഊറ്റിയെടുക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അയാളോ, ഇനി നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ? ഇത് കൊള്ളത്തില്ല, ശരീരത്തിന് കേടാ, നിനക്കിത് കുടിക്കാൻ കൊള്ളില്ലെന്ന് പറയണ. ആണോ? എന്നിട്ടാണോ നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഇത് തന്നെ കുടിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ചോദിക്കുകയാണ്. ഇത് ശരീരത്തിന് കേടാ, ഇത് കുടിക്കില്ലെന്നുള്ള കാര്യം. ഓഹോ, അപ്പൊ നിങ്ങൾക്കാവാ, എനിക്കാവത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. മഹേഷ് പെട്ടു. മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ബിന്ദു ഇങ്ങനെ ചെയ്യൂന്നുള്ളത്. പിന്നീട് മഹേഷ് പറഞ്ഞു, ഞാൻ കുടിക്കുന്നില്ല, നീ അതും കൂടി തരാൻ പറയണം. ബിന്ദു പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഞാൻ ഇന്നലല്ലോ കാണുന്നേ. നമ്മുടെ കുഞ്ഞിന് വേണ്ടി ആ പാറുമോളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ആ കുഞ്ഞിന്റെ കരച്ചിലും പറച്ചിലും കാണണമായിരുന്നു. നമ്മൾ രണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടല്ലേ അത് ആഗ്രഹിക്കുന്നത് പറയാണ്. ഈ സമയത്ത് അയ്യപ്പസ്വാമി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. വാവരും അയ്യപ്പസ്വാമിയൊക്കെ കടന്നു വരുവാണ്. പിന്നീട് അയ്യപ്പസ്വാമിയാണ് മഹേഷിനെ ഉപദേശിക്കുന്നുണ്ട്. പാറുമോളുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് മനസ്സിലായി താൻ എത്രമാത്രം ക്രൂരതയാണ് തൻ്റെ മോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ആ പിഞ്ചു മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട്. ആൾക്കാരുടെ നടുവിൽ ഇങ്ങനെ കുടിച്ചു കൂത്താട് നടന്നു കഴിയുമ്പോഴത്തേനും തൻ്റെ അച്ഛനാന്ന് ആ മോള് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന എത്രമാത്രമാണെന്ന് മഹേഷ് അറിയുവാണ്. പിന്നീട് മഹേഷ് സത്യം ചെയ്ത് പറയാം, ഇനി ഞാൻ മേലാ കുടിക്കില്ലെന്നൊക്കെ. അപ്പോൾ ആ മഹേഷ് അങ്ങനെ നന്നാവുകയാണ്. അതിൻ്റെ വിശേഷം കൂടി നാളെ കാണാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണത്തലേന്നുള്ള ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അനുവിൻ്റെ കല്യാണത്തലേന്നൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ അയ്യപ്പനും ഉണ്ണിമോളും വാവരും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയാണ്. കൂടെ പോരാത്തതിന് ചന്തുവും കാശിയും പാറും എല്ലാവരും ഉണ്ട്. പാറുവിനും ഭയങ്കര സന്തോഷമായി അച്ഛൻ കുടിയൊക്കെ നിർത്തിയതുകൊണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.